Let's look into the next question. Write a regular expression for the language accepting all strings with any number of A's and B's. Any number of A's or B's. അപ്പം ഇതിൽ വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ആദ്യമേ ഡിഫൈൻ ചെയ്യും. അതായത് 0 number of A's and B's, 1 number of A, 0 number of B's, 1 number of B, 0 number of A's, 2 number of A, 1 number of B, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റാൻഡമായിട്ട് എഴുതാം. ഇതിന് ഞാൻ റെഗുലർ എക്സ്പ്രഷനായിട്ട് എങ്ങനെയാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എനി നമ്പറാണ് വരുന്നത്. അപ്പം ആദ്യമേ എന്ന് പറയുന്നത് പവർ കണ്ടുപിടിക്കുക. പവർ ഏതാണ് വരുന്നത്? സ്റ്റാർ ആണോ പ്ലസ് ആണ് വരുന്നത്? എനി നമ്പറാണ് പറയുന്നത്. അപ്പം നൾ ഇൻക്ലൂഡ് ചെയ്യുമോ ഇല്ലയോ? ചെയ്യും. സോ ഇതാണ് നമ്മുടെ പവർ വരുന്നത്. A's ആൻഡ് B's ആണ്. ഇതിൽ വേറൊരു രീതിക്കുള്ള കോമ്പിനേഷനും വരുന്നില്ല. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഓരോ റെഗുലർ എക്സ്പ്രഷൻസ് കണ്ടുപിടിച്ച് പോകുന്നത്. Let us look into the next question. Find the set of all strings with exactly 2 A's. അപ്പം എക്സാക്റ്റായിട്ട് 2 A's ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. എവിടെയാണ് 2 A's എന്ന് നമുക്കറിയാം. നമുക്ക് ബിഗിനിങ്ങിലായിരിക്കാം, എൻഡിലായിരിക്കാം, അവിടെ ഇവിടെ ഒക്കെ ആയിരിക്കാം. സോ ഇപ്പം എനിക്ക് ഒരു A's ഇതാണ് എൻ്റെ ഇത് വേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം, അതെന്താ A എനിക്ക് വെച്ച് തുടങ്ങിക്കൂടെ? A വെച്ച് എനിക്ക് എൻഡ് ചെയ്തുകൂടെ? എൻഡ് ചെയ്യാം, തുടങ്ങാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ A വെച്ച് എനിക്ക് തുടങ്ങണമെന്നുണ്ട്, ഇവിടെ നള്ള് വന്നു കഴിഞ്ഞ് എനിക്ക് A വെച്ച് തുടങ്ങത്തില്ലേ? ഇപ്പോൾ എനിക്ക് A വെച്ച് എൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിവിടെ നള്ള് വന്നു കഴിഞ്ഞാൽ A വെച്ച് എൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇവിടുത്തെ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഈ 3 പൊസിഷൻസിലോട്ട് എന്താണ് വരേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഓർത്തോണം, എക്സാക്ട്ലി 2 A's ആണ് വരുന്നത്. സോ ഈ 3 പൊസിഷനിലും നമുക്കിനി A's വരേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഈ 3 പൊസിഷനിൽ പിന്നെ എന്താണ് വരാൻ പോകുന്നത്? B സ്റ്റാർ ആണ് വരുന്നത്. B സ്റ്റാർ, A B സ്റ്റാർ, A B സ്റ്റാർ. ഇതെങ്ങനെയാണ് ഈ റെഗുലർ എക്സ്പ്രഷൻ എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമേ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സാക്ട്ലി 2 A's. അക്സെപ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ ആദ്യം എഴുതുക, 2 A എഴുതുക. പിന്നെ ഇവിടെ ഗ്യാപ്പുകളുണ്ട്. എനിക്കിപ്പം എൻ്റെ ഇവിടുത്തെ പോസിബിൾ ലാംഗ്വേജ് എന്താ? A ആയിരിക്കും എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ്. B A, B B A എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഇതിങ്ങനെ എങ്ങനെ വേണോ പോകാം. അപ്പം A ഇവിടെ ഇപ്പം 3 സ്ഥലത്ത് നള്ള് വന്നു കഴിഞ്ഞാൽ A പോസിബിൾ അല്ലേ? B A. ഇപ്പം ഇവിടെ ഇതിന് പകരം B വന്നു എന്നുണ്ട്, B A പോസിബിൾ അല്ലേ? B B ഇവിടെ വന്നു, കാരണം ഇത് സ്റ്റാർ ആണല്ലോ. എത്ര കോമ്പിനേഷൻ വേണം? Bയുടെ പോസിബിളാണ്. A പോസിബിൾ അല്ലേ? അപ്പം ഇങ്ങനെ നിങ്ങൾ നോക്കിയാണ് റെഗുലർ എക്സ്പ്രഷൻ എഴുതേണ്ടത്. പിന്നെ എഴുതി കഴിഞ്ഞിട്ട് അത് ലാംഗ്വേജുമായിട്ട് കംപ്ലൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടി നിങ്ങളൊന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് കണ്ടെയ്നിങ് അറ്റ് ലീസ്റ്റ് 2 A's. നേരത്തെ എക്സാക്റ്റായിട്ട് 2 A എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ എന്ന് പറയുമ്പം അറ്റ്ലീസ്റ്റ് 2 A's ആണ് വരുന്നത്. എങ്ങനെ? നമുക്ക് പിന്നെയും ഇതേ തന്നെ ചെയ്യാം. അറ്റ്ലീസ്റ്റ് 2 A's എന്ന് പറയുമ്പോഴത്തേനും മിനിമം 2 Aയിലും വേണം. അപ്പോൾ അതായത് മാക്സിമം നമുക്ക് എത്ര A വേണം പോകാം? B A, B A എന്നൊക്കെ പറഞ്ഞത് പൊയ്ക്കൊണ്ടിരിക്കും. അറ്റ്ലീസ്റ്റ് 2 A's എന്ന് പറയുമ്പം ഈ 2 എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. അപ്പം ഇവിടെ എനിക്ക് A's വരാണ്ടിരിക്കാം. അപ്പം അവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എന്തുമായിട്ടാണ്? ഇറ്റ് ക്യാൻ ബി ഐദർ A or B, എനി കോമ്പിനേഷൻ. ALL B ആയിരിക്കാം, ALL B ആയിരിക്കാം. ഹൗ മച്ച് എവർ എനിക്ക് കോമ്പിനേഷൻ വേണമെന്നുണ്ട് ചെയ്യാം. നള്ളാക്കാം, B മാത്രമാണ് B മാത്രമാക്കാം, A മാത്രമാണ് A മാത്രമാക്കാം. സോ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റെഗുലർ എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് കണ്ടെയ്നിങ് അറ്റ്മോസ്റ്റ് 2 A's. അതായത് ആദ്യത്തേതിൽ നോ A's ആകാം, പ്ലസ് രണ്ടാമത്തേൽ 1 A ആവാം, മൂന്നാമത്തേതിൽ 2 A's ആവാം. ഇതാണ് നമ്മളുടെ മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ എല്ലാം എഴുതുമ്പോഴത്തേന് എങ്ങനെയാണ് നമുക്ക് AB, AA, BA, BB എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. ഫസ്റ്റ് സെക്ഷൻ എടുത്തേ. നോ ഈസ് എന്ന് പറയുമ്പോൾ റെഗുലർ എക്സ്പ്രഷനിൽ എന്താണ് വരുന്നത്? B സ്റ്റാർ. കാരണം വെച്ചാൽ B ഇല്ലാത്ത അവസ്ഥ വരാം, B ഉള്ള അവസ്ഥ വരാം, എന്നാൽ A എന്താണെങ്കിലും ഇവിടെ കാണത്തില്ല. പ്ലസ് 1
1A എന്ന് പറയുമ്പോഴത്തേനും എ, ഇത് എനിക്ക് ചിലപ്പം ബി വെച്ച് തുടങ്ങാം, ബി വെച്ച് അല്ലാണ്ട് തുടങ്ങാം, പക്ഷെ ഒരു എ എന്താണേലും നിർബന്ധമായിട്ട് അവിടെ ഉണ്ടാവും. പ്ലസ് ബി സ്റ്റാർ എ, ബി സ്റ്റാർ എ, ബി സ്റ്റാർ. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് 2A's വരുമ്പോഴത്തേനുമുള്ള റെഗുലർ എക്സ്പ്രഷൻ. സോ ഇത് എന്തുകൊണ്ട് എങ്ങനെ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോ ഏസ് എന്ന് പറയുമ്പോൾ അവിടെ ഇറ്റ് ക്യാൻ ഹാവ് എ, ഇറ്റ് കനോട്ട് ഹാവ് എ, ഇറ്റ് ക്യാൻ ഹാവ് ഓർ കനോട്ട് ഹാവ് ബി. അതുകൊണ്ടാണ് എയുടെ ഇവിടെ അവോയ്ഡ് ചെയ്തേക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേനും എക്ക് മുന്നേയും പിന്നെയും എത്ര വേണോ ബിയുടെ കോമ്പിനേഷൻ പോസിബിളാണ്. എ എന്ന് പറയുന്നത് ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ ദാറ്റ്സ് ഹൗ യു റൈറ്റ് എ റെഗുലർ എക്സ്പ്രഷൻ ഇൻ ദാറ്റ് കേസ്. നെക്സ്റ്റ്, സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ദാറ്റ് ക്യാൻ ബി ടെർമിനേറ്റഡ് ബൈ എ ഓർ ബി ബി. അതായത് എ അല്ലെങ്കിൽ ബി ബി കൊണ്ട് ഇത് ടെർമിനേറ്റ് ചെയ്യണം. സോ വിച്ച് മീൻസ് ഇഫ് യു ആർ റൈറ്റിംഗ് ദ ലാംഗ്വേജ് it should be A, B, B, A, A, B, A, B, B എന്നും പറഞ്ഞുകൊണ്ട്. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെങ്കിലും ഇപ്പോൾ ഇവിടെ നള്ളായിരിക്കുമല്ലോ, ഇറ്റ് ഷുഡ് ടെർമിനേറ്റ് വിത്ത് എ അല്ലെങ്കിൽ ബി ബി, ഓർ എ ഓർ ബി ബി. ഞാൻ പറഞ്ഞിരുന്നു ഓർ എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ പ്ലസ് സൈനാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. വൈൽ വി ആർ റൈറ്റിംഗ് ദ റെഗുലർ എക്സ്പ്രഷൻ ഇറ്റ് ഷുഡ് ടെർമിനേറ്റ് വിത്ത് എ ഓർ ബി ബി. അപ്പം മുന്നിൽ എയുടെയും ബിയുടെയും എന്ത് കോമ്പിനേഷൻ വേണോ നമുക്ക് വരാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മളൊരു റെഗുലർ എക്സ്പ്രഷൻ എഴുതുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് എയും ബിയും മാത്രം, സി ഉണ്ടല്ലോ ഡി ഉണ്ടല്ലോ. ഇവിടെ കൊടുത്തേക്കുന്നത് ആൽഫബറ്റ്സ് എയും ബിയും മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിക്കാണ്. ഇനി ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, അവരിതുപോലെ എക്സ്പ്രഷൻ തന്നിട്ട് നമുക്ക് റെഗുലർ ലാംഗ്വേജ് എഴുതാൻ പറയും. ഇതിപ്പോൾ നമ്മൾ ഇത്രയും നേരം നോക്കിയിരുന്നത് നമുക്ക് തന്നിരിക്കുന്ന ലാംഗ്വേജിൽ നിന്നും നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ എഴുതുന്നതായിരുന്നു. ഇനി റെഗുലർ എക്സ്പ്രഷനിൽ നിന്നും റെഗുലർ ലാംഗ്വേജ് എഴുതാനായിട്ട് പറയും. അപ്പം ഇവിടെ നമ്മൾക്ക് പറയുന്നത് എ ബി വേർ എക്സ് ഇസ് എ ബി സ്റ്റാർ. ആദ്യം നോക്കുക, വാട്ട് ഇസ് എ കോമ ബി സ്റ്റാർ? എന്താണ് എ കോമ ബി സ്റ്റാർ? എ പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ. വാട്ട് ഇസ് എ പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ? നൾ എ ബി എ എ എ ബി ബി എ ഗോസ് ഓൺ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് എന്താണ് ചെയ്യുന്നത്? എ ബി എക്സ് ആണ് വരുന്നത്. സോ ഇത്രയും എന്ന് പറയുന്നത് ഇത്രയും എക്സിൻ്റെ റെപ്രസെൻറ്റേഷനാണ് വരുന്നത്. സോ ദ ലാംഗ്വേജ് ഇസ് നത്തിങ് ബട്ട് എ ബി, അതായത് എ ബി നമ്മൾ അപ്പൻഡീവ് ആണ്. എ ബി എ, എ ബി ബി, എ ബി എ എ ഗോസ് ഓൺ. അപ്പോൾ ഈ ഒരു സംഭവത്തിന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേനും വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ ബി എ പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ. റെഗുലർ എക്സ്പ്രഷനായിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം.